ദൈവത്തിന്റെ അതിവിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വേണമെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചാകുന്നു. ഹല്ലേലൂയ. ആരാണ് അബ്രഹാം? വിശ്വാസികളുടെ പിതാവ്. ഹല്ലേലൂയ. ഇന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ഹല്ലേലൂയ തന്റെ പിതാവ് വിശ്വാസികളായ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാകുന്നു. കാണാത്ത ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാകുന്നു അബ്രഹാം. ആ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തൊരു മനുഷ്യനാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്തായിരുന്നു വിശ്വാസം? അവന്റെ വാഗ്ദത്തത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവനായ കർത്താവ് അരുളി ചെയ്തവനായ ദൈവത്തിന്റെ ആ വാക്കിനെ അവൻ വിശ്വസിച്ച് അവൻ മുന്നേറിയ ഒരു വ്യക്തിയാകുന്നു അബ്രഹാം. ആ വിശ്വാസത്തിൽ 100-ാമത്തെ വയസ്സിലും ഹല്ലേലൂയ സ്തോത്രം തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ഹല്ലേലൂയ മുന്നേറിയവനാകുന്നു ആ അബ്രഹാം പിതാവ്. അവൻ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. അവനാകുന്ന വിശ്വാസം നമുക്ക് കാണിച്ചു തന്നത്, നമുക്ക് മാതൃകയായി മുന്നിൽ നിൽക്കുന്നത്. ഈ മാതൃകാ പുരുഷനായ അബ്രഹാമിനെ ഹല്ലേലൂയ സ്തോത്രം വരച്ചു കാട്ടുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഈ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്ര നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം. 100 വയസ്സ് ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനായിട്ട് കഴിയും? എങ്ങനെ കുഞ്ഞ് ജനിക്കും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാകുന്നു നമ്മളിവിടെ കാണേണ്ടത്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അസാധ്യങ്ങളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്ത് മുന്നിലുണ്ടെങ്കിലും വിശ്വാസത്താൽ ഹല്ലേലൂയ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നാം പിടിച്ചു നിൽക്കുക. ആ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ആ മാതൃകാ പുരുഷനായ അബ്രഹാം നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത് ഇങ്ങനെയാണ്, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ക്ഷീണിക്കാത്തവരായ ഒരു അബ്രഹാം. ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ അവനോട് ഈ ആലോചന, നിനക്ക് ഈ 100-ാമത്തെ വയസ്സിലും കുഞ്ഞ് ജനിക്കുമെന്ന് ഹല്ലേലൂയ സ്തോത്രം അവനോട് പറഞ്ഞെങ്കിലും അവൻ അത് വിശ്വസിച്ചില്ല. ആ കേട്ടപ്പോൾ അവൻ ചിരി തോന്നി. ഹല്ലേലൂയ. നാം ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിൽ നാം ചിരിക്കും, നമ്മൾ അതിനെ പരിഹസിച്ചു നിൽക്കും. പക്ഷെ ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഇതാണ് അബ്രഹാം നമുക്ക് മുന്നിൽ വെച്ചത് വിശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും, എന്റെ ഭാവി നന്നാകും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകും, എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ച് മുന്നേറുന്നുവെങ്കിൽ ഈ നാളുകളിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ഹല്ലേലൂയ സേവിച്ച് മുന്നേറുന്നത്. ഹല്ലേലൂയ. നമ്മൾ സേവിച്ചു നിൽക്കുന്നതിനായ ദൈവം എത്ര വലിയവനാണെന്നറിയാമോ? ഹല്ലേലൂയ. അവൻ ഈ ലോകത്തെ, ഈ ഭൂമിയെ, അണ്ടകടാകത്തെ സൃഷ്ടിച്ച് ഹല്ലേലൂയ മനുഷ്യനെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കി അവന്റെ വായിൽ മൂക്കിൽ ജീവശ്വാസം ഊതി ഹല്ലേലൂയ അവനെ മനുഷ്യനാക്കി ഹല്ലേലൂയ തീർത്ത് അവനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം തന്റെ പുത്രനായി ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ സ്തോത്രം മകളായി തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിന് സൃഷ്ടിച്ചവനായ ഈ പ്രൈസ് ദി ലോർഡ് ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചവനായ ദൈവം ഹല്ലേലൂയ തന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഹല്ലേലൂയ സ്തോത്രം അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു. അവന് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം ചെയ്യുവാനായി കർത്താവായ യേശുക്രിസ്തുവിന് അത്ഭുതം ചെയ്യുവാനായി ഇന്നും കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഈ പ്രൈസ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി ദൈവം. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നാം അത് വിശ്വസിക്കുക. എന്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കണം. നാം വിശ്വസിക്കുന്നവന് മേൽ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയായിത്തീരും. വിശ്വാസിക്കാത്തവന്റെ ശിക്ഷാവിധിയിലാകപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്.
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഹാലലുയ. വിശ്വസിക്കുക, നമ്മൾ വിശ്വസിക്കുക. നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഈ രക്ഷകനായ ദൈവത്തെ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. അവൻ എൻ്റെ പുത്രനെ അയച്ചത്, അവൻ തന്റെ ജയജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം, ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ഹാലലുയ. ഈ ലോകത്തെ, നമ്മെ സ്നേഹിച്ച, നമുക്ക് ഏത് ചേറ്റുകുഴിയിൽ കിടന്നവനായ നമ്മെ, ആർക്കും വേണ്ടാത്തവരായിരുന്ന നമ്മെ, അവനിൽ വിശ്വസിച്ചത് കൊണ്ട്, നമ്മെ അവന്റെ പുത്രനും പുത്രിമാരും ആക്കി തീർത്തത് കൊണ്ട്, നാം വിശ്വസിച്ച് അവനെ കർത്താവിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുന്ന സംഭവിക്കാൻ ഇടയായി തീരും. യേശുവാണ് നമുക്ക് സകലതും നേടിത്തരുന്നത്. യേശുവാണ് നമ്മുടെ രക്ഷകൻ. യേശുവാണ് നമ്മുടെ വിടുതലിന്റെ കാരണക്കാരൻ. യേശുവാണ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. ഹാലലുയ. സ്തോത്രം. അവൻ ഇന്നും ജീവിക്കുന്നു. ഹാലലുയ. ആ ജീവിക്കുന്ന സാക്ഷിയായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ സാക്ഷ്യത്തിന് വേണ്ടി കർത്താവ് കൊതിയോർക്കുന്നു. കൊതിയോടെ ഹാലലുയ പ്രൈസ് കാതോർത്ത് നിൽക്കുന്നു. അവന് വേണ്ടി പ്രൈസ്തലോട് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അടയാളം നമുക്ക് വേണ്ടി സംഭവിക്കാൻ ഇടയായി തീരും. ഹാലലിയ. പ്രൈസ് എന്നെ കേൾക്കുന്ന വ്യക്തി, ഹാലലിയ പ്രൈസോ, നിങ്ങൾക്ക് ഹാലലിയ മക്കൾ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. അവനാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായി തീരും. നമുക്ക് തലമുറകളെ തരുന്നത് കർത്താവാണ്. ഹാലലിയ. ആ ദൈവത്തിന്റെ പക്കൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ അത്ഭുതം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ ഇടയായി തീരും. നാം വിശ്വസിക്കുക. അബ്രഹാം നമുക്കൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. അവന്റെ വിശ്വാസം, അബ്രഹാമിന്റെ വിശ്വാസം, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രൈസ് പലരും ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ തെറ്റി ഒഴിയുമ്പോൾ സ്തോത്രം, അവരുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിധി എഴുതുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നിയാലും ഒരു സമയത്ത് 100ാമത്തെ വയസ്സിൽ അവന് വേണ്ടി അത്ഭുതം ചെയ്യുവാനായി ഒരു ദൈവമാണ് പ്രൈസ് നമ്മുടെ ദൈവം. ഹാലലുയ. സ്തോത്രം. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അസാധ്യമെന്ന് ഹാലലി പ്രൈസ് ഡോക്ടർമാർ വിധി എഴുതിയേക്കാം. മെഡിക്കൽ സയൻസിന് അസാധ്യമെന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ അത് സാധ്യമായി തീരും. അവനിൽ വിശ്വസിച്ച് മുന്നേറുക. അവന് വേണ്ടി നാം സ്റ്റെപ്പ് എടുത്ത് വെക്കുക. വിശ്വാസത്തിന് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്ക്. കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതൽ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഹാലലി പ്രൈസ് ദി ലോർഡ് നമ്മുടെ വിഷയത്തെ പ്രൈസ് ദി ലോർഡ് നീക്കുപോക്കുണ്ട്. ഹാലലുയ. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക. ആമേൻ. ഹാലലുയ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവന്റെ നാമത്തിലാണ് അത്ഭുതം സംഭവിക്കുന്നത്. ഹാലലുയ. അവൻ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവനാകുന്നു. ഹാലലുയ. അബ്രഹാം അത് ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ചിരിച്ചു. ഈ വാഗ്ദത്തം കേട്ടപ്പോൾ, ഈ പ്രൈസ് കേട്ടപ്പോൾ അവൻ ചിരിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിരി വന്നിരിക്കാം. ഹാലലുയ. സ്തോത്രം. കാരണം നമ്മുടെ ബുദ്ധി ബൗദ്ധികമായ രീതിയിലാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയെ ബൗദ്ധികമായി ചിന്തിക്കാതെ ആത്മാവിൽ പോരാടുന്നുവെങ്കിൽ, ആത്മാവിൽ നമുക്ക് വേണ്ടി വിടുതൽ നൽകുന്ന ദൈവം നമുക്ക് പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ മാറ്റി, നമ്മുടെ ബുദ്ധിയെ മാറ്റി കർത്താവിന്റെ അത്ഭുതത്തെ വിശ്വസിക്കുക. അവന്റെ വാക്കിനെ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നത് വിശ്വസിക്കുക. അവൻ എന്താണ് സംസാരിക്കുന്നത് അവന് വേണ്ടി നോക്കി പ്രൈസ് ദി ലോർഡ് നമ്മൾ പ്രൈസ് ദി ലോർഡ് അവന്റെ വാക്കിന് മുൻപിൽ വലയിറക്കിയവനായ ശിഷ്യന്മാരുടെ മുൻപിൽ അത്ഭുതം ചെയ്യുവാനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. ഹാലലിയ. സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലലിയ. സ്തോത്രം. അവന്റെ കരങ്ങളിൽ ഹാലലുയ പ്രൈസ് ദി ലോർഡ് ഒന്നിനും അസാധ്യമെന്ന് തോന്നിയ സ്ഥലത്ത് അവൻ സാധ്യമാക്കി തീർത്തവനാണ്. 5 അപ്പം കൊണ്ട് എന്ത് നേടാൻ 5000 പേര് 5000 അധികം പേര് മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നുണ്ട്. അവർക്ക് കഴിക്കാൻ ആഹാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. ശിഷ്യന്മാരോട് ചോദിച്ചു, എന്തുണ്ട് നിങ്ങളുടെ പക്കൽ? അവൻ പ്രൈസ് ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ല ഗുരു എന്ന് പറയുന്നു. ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, നീ അതിനെ കൊണ്ടുപോവാ, ഞാൻ അതിനെ വാഴ്ത്തിത്തരാം, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരാം. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. സ്തോത്രം. ആ 5 അപ്പം 5000 പേർക്ക് വേണ്ടി പോഷിപ്പിച്ചത് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അതിനെ അനുഗ്രഹിച്ചപ്പോൾ ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. 12 കൊട്ട നിറച്ചെടുക്കുവാനായി ഇടയായി തീർന്നവനായി പ്രൈസ് ദി ലോർഡ് സന്തോഷിച്ചു മടങ്ങുവാനിടയായി തീർന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവർക്ക് സമൃദ്ധിയായി നൽകുന്നവനായി ഒരു ദൈവം. നമ്മുടെ പ്രൈസ് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ മുൻപിൽ അല്പമേ ഉള്ളൂ, ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട, അതിനെ അധികമാക്കി തീർത്തവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലലിയ. പ്രൈസ് അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, നിന്നെ അധികത്തിൽ വിചാരകനാക്കി തീർക്കുന്നതിനായ ഒരു ദൈവം. ഹാലലിയ. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. നമുക്ക് ചിരി വരാം, അസാധ്യമാണ്. ഹാലലിയ. ഈ പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു ക്രിസ്തു അസാധ്യങ്ങളെ പ്രൈസ്
പ്രൈസ് ലോർഡ് സാധ്യമാക്കുന്നവനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ ഹല്ലേലൂയ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ പറയട്ടെ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. നമ്മുടെ അരികത്ത് അവൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ അവൻ കാണുന്നുണ്ട്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനായ നമ്മുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനായ ദൈവം അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസമാണ് നോക്കുന്നത്. നിനക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ, നിന്റെ ഉള്ളത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രിയ ദൈവമേ പറയട്ടെ. ഹല്ലേലൂയ നിനക്കായി അവൻ കരം നീട്ടുന്നു. അവൻ നിനക്കായി സൗഖ്യമായിക്കാനായി ഇറങ്ങി പ്രൈസ് ലോർഡ്. അവൻ പ്രൈസ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ചിന്തകളെയും വിചാരങ്ങളെയും അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയായി തീരും. നമ്മുടെ ഭാരം എന്താണെന്ന് കർത്താവ് നന്നായിട്ട് അറിയുന്നു. അവനോട് ഉള്ളു തിരികെ വന്ന് പ്രാർത്ഥിച്ചു നോക്ക്. കർത്താവേ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, ഞാൻ ഇത്ര മാത്രമേ ഉള്ളൂ, എന്റെ പ്രയാസങ്ങൾ ഇതൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ ഇടയായി തീരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുത സൗഖ്യം നൽകാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രൈസ്. മക്കളില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കടഭാരത്തിൽ ആയിരിക്കുന്നു, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുക, അവനിൽ മാത്രം പ്രൈസ് ദി ലോർഡ് പ്രത്യാശ വയ്ക്കുക. പ്രൈസ് അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന അബ്രഹാം നമുക്കൊരു മാതൃകയാണ്. അബ്രഹാം പ്രൈസ് ദി ലോർഡ് 100ാമത്തെ വയസ്സിൽ മക്കളുണ്ടായിട്ടുള്ള ആർക്കെങ്കിലും അറിയാമോ? ആരും കേട്ടിട്ടില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ് നോക്കുക. ഹല്ലേലൂയ 100ാമത്തെ വയസ്സിലും ഹല്ലേലൂയ പുത്രോത്പാദനത്തിന് ശക്തി കൊടുത്തവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ അവന് വേണ്ടി അത്ഭുതം ചെയ്യുവാനാണ് ദൈവം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. 90 വയസ്സുള്ള സാറ അവർക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ 90 വയസ്സുള്ള ഏതെങ്കിലും ഒരു അമ്മച്ചി പ്രസവിച്ചായിട്ട് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവിടെ നിർജീവത്തെ അറിഞ്ഞിട്ടും അവനത് ഗ്രഹിച്ചു, അവന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ഇടയായി തീരും. മനുഷ്യ വാക്കുകളെ പോലെ അല്ല കർത്താവിന്റെ വാക്ക്. അവൻ ദൈവമാണ്. അവന്റെ വാക്കുകളിൽ അവൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം വാക്ക് മാറാത്തവനായ ഒരു ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ നിനക്ക് വേണ്ടി വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിർവഹിക്കും. ഹല്ലേലൂയ സകലതും നിർവഹിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രിയ പൈതലേ, നീ അവനെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഒരു കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. നീ പാപിയാണെന്ന് ഉള്ളു തുറന്നു പറഞ്ഞു നോക്കി, നിന്റെ പാപത്തെ ക്ഷമിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രൈസ്. സകലകഷ്ടതയും കാരണം പാപമാകുന്നു പ്രിയ ദൈവമേ. ആ പാപത്തിൽ നിന്നും തേച്ചുകുഴിയിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാനായി കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പ്രൈസ്. അസാധ്യമെന്ന് നീ കരുതും, പക്ഷെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജീവത്തിൽ ലയിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പ്രൈസ് ദി ലോർഡ് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞാൻ 10 വർഷമായി കർത്താവിനെ സ്നേഹിക്കുന്നു, ഇതുവരെ എനിക്ക് തലമുറയിലെ കിട്ടിയില്ലല്ലോ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാൻ 20 വർഷമായി കർത്താവിനെ സേവിക്കുന്നല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് അത്ഭുതം ചെയ്യുന്നില്ലല്ലോ, എന്തുവേണം എന്റെ വിഷയത്തിൽ താമസിക്കുന്നു. കർത്താവിന്റെ സമയമാകുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ മുന്നേറുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരുന്ന കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. പ്രിയ ദൈവത്തിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കാതിരിക്കുന്നവനായ ദൈവമല്ല നിന്റെ ദൈവം. ഹല്ലേലൂയ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനായ ദൈവമാണ് നിന്റെ ദൈവം. നിന്നെ അവൻ സ്നേഹിക്കുന്നു. പ്രിയ ദൈവത്തിലെ നീ എന്താണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിചാരിക്കുന്നത്? നിന്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ലെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇടയായി തീരും. വിശ്വസിക്കുക, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ഒരു ദൈവം. ഹല്ലേലൂയ കർത്താവ് നിനക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വഴികളെ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. തലമുറകളുടെ ഭാരമാണോ തലമുറകൾക്ക് വേണ്ടിയാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അല്പം താമസിക്കുന്നുവെങ്കിലും അധികം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അധികം താമസിക്കുന്നുവെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ അത് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. താമസിക്കാൻ സമയമാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാനിടയായി തീരും. റോമാലേഖനം 4:20 വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന് ശക്തിപ്പെടണം. ഹല്ലേലൂയ. നിന്റെ ശക്തിയാണ് അത് വേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്താൽ അവൻ ശക്തിപ്പെട്ടു. കാരണം അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലായിരുന്നു. ഒരു പ്രത്യാശയില്ലായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ. മുന്നോട്ട് നോക്കിയാൽ എന്താണ്? മേലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി. ഇതല്ലാതെ അവന്റെ മുൻപിൽ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാരണം സാറായിക്ക് 90 വയസ്സായി.
ഹാലലിയ എങ്ങനെ മക്കളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും? ഹാലലി സ്തോത്രം. എങ്കിലും വിശ്വാസത്താൽ അവൻ ശക്തിപ്പെട്ടു. ഹാലലിയ. വിശ്വാസത്തിൽ ശക്തിപ്പെടുക. നിന്റെ വിശ്വാസം കർത്താവിനെ കൊണ്ട് അത്ഭുതം ചെയ്യുവാനിടയായിത്തീരുന്നുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിൽ നീ ശക്തിപ്പെടുന്നത്, ആ വിശ്വാസത്തിൽ നീ ശക്തിപ്പെടുന്നുവെങ്കിൽ, ഹാലലുയ സ്തോത്രം, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാനിടയായിത്തീരും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. റോമാലേഖനം 4:20 ഹാലലിയ സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹാലലിയ സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹാലലിയ. അവൻ ശക്തിപ്പെട്ട ദൈവം അവൻ തലമുറയെക്കൂടെ കഴിയുമ്പോൾ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയായിത്തീരും. പല ദൈവമക്കളിൽ നിന്ന് കാണാം, വിടുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വരത്തില്ല, അവരവർ പാട്ടിന് പോവുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് തലമുറകളെ തന്നു കഴിയുമ്പോൾ അവൻ ഹാലലിയ സ്തോത്രം വിട്ടുപോവുക, വിശ്വാസം വിട്ടുപോവുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. തലമുറകൾ കിട്ടി കഴിയുമ്പോൾ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹാലലിയ. എന്റെ ജീവിതത്തിൽ ഹാലലി പ്രൈസ് വിടുതൽ കിട്ടി കഴിയുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ മഹത്വം കൊണ്ട് നീ ജീവിക്കുക. പ്രൈസ് ദൈവത്തിന് എന്ത് സന്തോഷമാകുന്നോ അറിയാമോ? ഹാലലി പ്രൈസ്. ആ മഹത്വം കൊണ്ട് നീ ജീവിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അവൻ വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹാലലി ശക്തിപ്പെടാനായിട്ട് കഴിയുന്നില്ല. അവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹാലലി. ദൈവത്തിന്റെ വചനം പറയുന്നു, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളിൽ ആർക്കും ഉണ്ടാകരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹാലലിയ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഇസ്രായേൽ മക്കൾക്ക് ഹാലലിയ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ അവർക്ക് അവിശ്വാസം അവർക്ക് കടന്നു വന്നു. ഹാലലിയ പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്താൽ അവർ പട്ടുപോയി. ഹാലലിയ പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവം ശിക്ഷിക്കാൻ ഇടയായി തീർന്നു. പക്ഷെ വിശ്വസിക്കുന്നവര് ആ വാഗ്ദത്ത നാട്ടിൽ കടന്നു ചെന്നു. ഹാലലിയ സ്തോത്രം. വിശ്വസിച്ചപ്പോൾ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനിടയായി തീർന്നു. ഹാലലിയ പ്രൈസ് ദി ലോർഡ്. അദൃശ്യ ദൈവത്തെ കണ്ടുമുട്ടിയവനായ വ്യക്തിയാകുന്നു അബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹാലലിയ ശക്തിപ്പെടുവാൻ ഇടയായി തീർന്നു. അവന്റെ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. ആമേൻ. ഹാലലി. കാണിപ്പാനിക്ക ദേശത്തേക്ക് അവൻ കടന്നുപോയി. ഹാലലി സ്തോത്രം. അവിടെയാണ് അവൻ താമസിച്ചത്. ആ വിശ്വാസം അവന്റെ ജീവിതത്തിലുണ്ട്. ആ വിശ്വാസ പ്രൈസ് അവനോട് വാഗ്ദത്തം ചെയ്തവനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ നോക്കുക, പ്രൈസ് ഇതുപോലെ നിന്റെ സന്തതികളെ ആക്കും. ഹാല്. നീ കടലിലെ പ്രൈസ് ലോർഡ്, ഹാല് കടലിലെ പ്രൈസ് ലോർഡ് മണലിനെ നോക്കുക, പ്രൈസ് ലോർഡ് നിനക്ക് എണ്ണാമെങ്കിൽ എണ്ണിക്കൂ. ഹാല്. ഒരു വ്യക്തി പ്രൈസ് ലോർഡ് അതുപോലെ നിന്റെ സന്തതികളെ ആക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തവനാണ് നമ്മുടെ ദൈവം. അവൻ ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ഹാലലി. അവന്റെ വിശ്വാസം ശക്തിപ്പെട്ടു. ആ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. തലമുറകൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ദൈവം അവന് തലമുറയെ കൊടുക്കും. ഇന്നും പ്രൈസ് ലോർഡ് ഹാലലിയ പ്രൈസ് ലോർഡ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഹാലലിയ വിശ്വാസികളാണ് ഹാലലിയ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് കാണാനിടയായി. അബ്രഹാമിന്റെ വിശ്വാസത്തെ ഹാലലിയ പ്രൈസ് മുറുകെ പറ്റി ഇറങ്ങി തിരിച്ചവനായ ദൈവത്തെ ഇന്ന് നോക്കണം. ഹാലലിയ സ്തോത്രം. കോടികൾ കൂടുതൽ പ്രൈസ് ലോർഡ് ഹാലലിയ വിശ്വാസികൾ ഇന്ന് ലോകത്തുണ്ട്. ഹാലലിയ പ്രൈസ് ലോർഡ്. അവരെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തവനാണ്. ആ വിശ്വാസം അബ്രഹാമിന് കിട്ടിയ വിശ്വാസം ഇന്നും കൈമുതലായി കളയാതെ ഹാലലി സ്തോത്രം കാത്തു സൂക്ഷിക്കുന്ന അനേകര് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ആ പ്രത്യാശ കർത്താവിന്റെ വരവിങ്കൽ നോക്കി പാർക്കുന്നവരായ അനേക ദൈവമക്കൾ ഇന്നും ഉണ്ട്. ഹാലലിയ. അവരെ നോക്കിയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഹാലലിയ. നാം ഓരോരുത്തരും ആ കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കേണ്ടതായിട്ടുണ്ട്. ഹാലലിയ. വിശ്വാസം, ഹാലലിയ, ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു ഹാലലിയ നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി തീരരുത്. അവൻ വാക്ക് പറഞ്ഞാൽ വാറാത്തവനാണ്. ഹാലലിയ പ്രൈസ് ദി ലോർഡ്. ഹാലലിയ പ്രൈസ് ദി ലോർഡ്. ഇന്നും ഹാലലിയ ദൈവത്തെ ആരാധിക്കുന്ന അനേകര് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ട്. ആ വിശ്വാസം അബ്രഹാമിന് കൊടുത്തതായ വിശ്വാസം. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അവൻ ക്ഷീണിച്ചില്ല. ആ ക്ഷീണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരരുത്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നശിച്ചു പോകാൻ ഇടയായിത്തീരരുത്. ആ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നുവെങ്കിൽ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായിത്തീരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുക, അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ഭാരപ്പെടരുത്. അതിന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുവാൻ ഇടയായിത്തീരരുത്. ഭാരത്തിനോ പ്രയാസത്തിനോ ശത്രു കൊണ്ടിരുന്ന അവിശ്വാസത്തിനൊന്നും കീഴ്പ്പെടുവാൻ ഇടയായിത്തീരാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത്ഭുതം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. സംശയിക്കാതെ വിശ്വസിച്ചു. സംശയമാണ് പലർക്കും. സംശയം, എൻ്റെ ദൈവം കർത്താവ് അങ്ങനെ ചെയ്യുമോ? പലർക്കും അങ്ങ് സംശയമാണ്. കർത്താവ് അങ്ങനെ ചെയ്യുമോ? എങ്കിലും എൻ്റെ ജീവിതത്തിലും നടക്കത്തില്ലായിരിക്കും, വേറെ ആരുടെയൊക്കെ ജീവിതത്തിൽ നടന്നിരിക്കും. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് സംശയമാണ്.
ദൈവം ഇതിലെ പറയട്ടെ, ഈ ശത്രു കൊണ്ടിരുന്ന ഈ സംശയത്തെ നീ വിശ്വാസമാക്കി മാറ്റുന്നുവെങ്കിൽ ഹാലലൂയ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനിടയായി. നിന്റെ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ചാൽ മതി. കർത്താവിന് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? ആ വിശ്വാസത്തെ ദൈവം മാനിക്കുവാൻ ഇടയായി തീരും. ഹാലലൂയ സ്തോത്രം. നീ പിന്മാറിപ്പോകുന്ന വ്യക്തിയാണോ? പിന്മാറിപ്പോകാതെ കടന്നു വരിക. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇടയായി തീരും. ഹാലലൂയ. പിന്മാറുന്നത് എന്റെ ഉള്ളത്തിന് പ്രസാദമില്ലെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. പിന്മാറാതെ നിൽക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ കൊണ്ട് ഏറ്റു പറയുക. രക്ഷ നിനക്ക് വേണ്ടി കടന്നു. ഹാലലൂയ പ്രൈസ് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ദൈവം. പ്രൈസ് തറോ. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക. ഹാലലൂയ. വിശ്വാസത്തിൽ ശക്തിപ്പെടും. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, സംശയിക്കാതെ നിന്ന വ്യക്തിയാകുന്നു. ഹാലലൂയ. സംശയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഈ സംശയം ഹാലലൂയ സ്തോത്രം സാത്താനിൽ വരുന്നത് അത് നമ്മൾ തിരിച്ചറിയണം. അവിശ്വാസം പ്രൈസ് ലോർഡ്. പലരുടെ ഹൃദയത്തിൽ പ്രൈസ് ലോർഡ്, പലരുടെ ഹൃദയത്തിൽ അങ്ങ് അവിശ്വാസമാണ്. അവിശ്വാസം നമ്മൾ കടന്ന് പ്രൈസ് ലോർഡ് നമ്മൾ അതിനെ മാറ്റി നിർത്തുക. അവിശ്വസിക്കാതെ വിശ്വസിക്കുക, കർത്താവിനെ അനുസരിക്കുക. പ്രൈസ് ലോർഡ്. ദൈവത്തെ അനുസരിക്കുക. അനുസരിക്കുമ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കുക. കർത്താവ് പറഞ്ഞു, നീ ഇന്നത് ചെയ്, ഇന്നടുത്ത് പോകൂ, ഇന്നടുത്ത് വാ, പ്രൈസ് ലോർഡ് എന്ന് പറയുമ്പോൾ അത് അനുസരിക്കുക. പ്രൈസ് ലോർഡ്. അബ്രഹാം അങ്ങനെയായിരുന്നു. കാണിപ്പാന ദേശത്തേക്ക് അവൻ പ്രൈസ് ലോർഡ് അവൻ കടന്നു വന്നവനായ ദൈവമാണ്, കടന്നു വന്നവനായ വ്യക്തിയായിരുന്നു അബ്രഹാം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അവൻ തനിക്കുള്ളതെല്ലാം അവൻ കൊടുത്തു. സമ്പത്തിനെ അവൻ കൊടുത്തു. ഹല്ലേലൂയ പ്രൈസ്. തലമുറകളെ അവന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാം അവന് നൽകി. ഇന്നും വിശ്വാസികളുടെ പിതാവായി ജീവിക്കുന്നത് അവൻ സംശയിക്കാതെ ഈ അസദൃശ്യ ദൈവത്തെ സേവിക്കുവാൻ ഇടയായി തീർന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്നും അബ്രഹാം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പേരാകുന്നു. ഹാലലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമം അബ്രഹാം. ഹാലലൂയ സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് അവന്റെ ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. ഹാലലൂയ. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ നിലനിർത്തുവാൻ അബ്രഹാം എന്ന വ്യക്തിയെ ദൈവം ഉപയോഗിച്ചു. ഹാലലൂയ സ്തോത്രം. ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളെയാണ്. ഇന്നും പ്രൈസ് ദൈവം തിരയുന്നു. ഹാലലൂയ. അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ നിൽക്കുവാനായിട്ട് ഉള്ള വ്യക്തികളെ ദൈവം തിരയുന്നു. ഹാലലൂയ. അവർക്ക് വേണ്ടി ദൈവം നിലനിൽക്കുന്ന ഒരു ദൈവമാണ് ദൈവം. അദൃശ്യ ദൈവത്തെ കണ്ട് വിശ്വസിച്ച് മുന്നേറുന്നത് ഒരു വ്യക്തിയെ. ഹാലലൂയ. അങ്ങനെയുള്ള വ്യക്തിയാണ് കർത്താവിന് ആവശ്യം. ആമേൻ. ഹാലലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹാലലൂയ സ്തോത്രം. അതിന്റെ പ്രൈസ് ലോർഡ്. ഹാലലൂയ. അടുത്തതായിട്ട് വിശ്വാസത്താൽ അവൻ പുറപ്പെട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്താൽ അവൻ പുറപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്താൽ പുറപ്പെട്ടു. ഇവിടെ ദൈവത്തിന് മെസൊപ്പൊത്താമിയയിലേക്ക് അവൻ കടന്നു ചെല്ലുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മെസൊപ്പൊത്താമിയയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മെസൊപ്പൊത്താമിയയിലേക്ക് വിശ്വാസത്താൽ പുറപ്പെട്ടു. തന്റെ അപ്പൻ തേരഹ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന പണിയായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ഇങ്ങനെയുള്ള വ്യക്തിയെ, ഇങ്ങനെയുള്ള വിഗ്രഹത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന, വിറ്റ് കാശാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാമിന്റെ പിതാവ്. ഹല്ലേലൂയ. അബ്രഹാം പിതാവിന്റെ അപ്പന്റെ വിഗ്രഹത്തെ തച്ചുടച്ച് അവൻ തന്റെ വീട്ടിൽ നിന്ന് കാണിപ്പാൻ എന്ന ദേശത്തേക്ക് കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു. ആമേൻ. അവൻ വിശ്വാസത്താലാണ് പുറപ്പെട്ടത്. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വയ്ക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കുക. വിശ്വാസത്താലാണ് ഇറങ്ങിത്തിരിച്ചത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. പലർക്കും ഇന്ന് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതിരിക്കുക. എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിൽക്കണം, എവിടേക്ക് പോകണം എന്നൊന്നും അറിയാതെ വഴിതെറ്റി നിൽക്കുന്ന, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവം പറയുന്നതിനെ വിശ്വസിച്ച് പോകുവാൻ ഇടയായിത്തീരുന്നില്ല. ഹല്ലേലൂയ. എങ്ങനെയാണ് കർത്താവ് അവരെ
ഹല്ലേലൂയ. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ നിൽക്കുന്ന അനേകരെ നമുക്ക് കാണാൻ വേണ്ടിയിടയായി. അവർക്ക് ദൈവത്തിന്റെ വിളി കേൾക്കുവാനോ ദൈവം സംസാരിക്കുന്നത് സ്തോത്രം കാണാനോ കേൾക്കാനോ കഴിയാത്ത അന്ധത പിടിച്ചിരിക്കുന്ന അവസ്ഥ. അന്ധതയാണ്. അവർ കാഴ്ചപ്പാടില്ല. സ്തോത്രം. അബ്രഹാമിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവം അവനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ ഇടയായി. ഹല്ലേലൂയ. പുറപ്പെടുക, പുറപ്പെടുക. ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തദേശത്തേക്ക് പുറപ്പെടുക. ഹല്ലേലൂയ. പുറപ്പാടാണ് വേണ്ടത്. കർത്താവ് പറയുന്ന വാക്കിന് ഹല്ലേലൂയ അതിനെ അനുസരിച്ച് പുറപ്പെടുക. ഹല്ലേലൂയ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തല്ല, കർത്താവ് കാണിച്ചിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുക, അതിനായി പുറപ്പെടുക. നമുക്കൊരു പുറപ്പാടിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. കർത്താവ് പറയുന്നത് കേട്ട് അവന് വേണ്ടി യാത്ര ചെയ്യുക. ഹല്ലേലൂയ. എന്താണ് കർത്താവ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല പലർക്കും. ആ ആത്മീയ അന്ധതയും ആത്മീയ ചെകിടന്മാരും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവർക്ക് എങ്ങനെ പോകണമെന്ന് കഴിയാതെ അവര് ആത്മഹത്യക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ ശബ്ദങ്ങളോ ഒന്നുമില്ല, ദൈവികമായി യാതൊരു ഇടപെടലും ഇല്ല, പ്രത്യാശയില്ല. അവരെ നോക്കി അവർക്ക് വേണ്ടി അവർക്ക് മാതൃകയായി മുന്നിൽ നിൽക്കുന്നത് നോക്കുക. അബ്രഹാം പറയുന്നു വിശ്വാസത്താൽ അവൻ പുറപ്പെട്ടു. അബ്രഹാം പറയുന്നത് വിശ്വാസത്താലാണ് ഞാൻ പുറപ്പെട്ടത്. എനിക്ക് എൻ്റെ പണമോ എനിക്ക് എൻ്റെ പിതാവോ എൻ്റെ മാതാവോ പറയുന്ന സ്ഥലത്തേക്കല്ല, ഞാൻ കർത്താവ് കാണിച്ചിരിക്കുന്ന ആ ദേശത്തേക്ക് കടന്നു പോകാനായിട്ട് അവൻ ഇടയാകുകയാണ്. അവൻ പോവുകയാണ്. പുറപ്പാട്. വിശ്വാസത്താൽ പുറപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നതിന് വേണ്ടി ചെവി ഓർത്ത് ആ വിശ്വാസത്താൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വിശ്വാസത്താൽ നാം പുറപ്പെടുക. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്താൽ പുറപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്താൽ പുറപ്പെടുക. വിശ്വാസത്താൽ തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു എന്നറിയത്തില്ല, അങ്ങ് പുറപ്പെടുക. വിശ്വാസം അതാ വിശ്വാസം. നമ്മളിവിടുന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് മനസ്സിൽ ചിന്തിച്ച് ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്കറിയാം, എവിടാ പോകേണ്ടതെന്നറിയാം, എങ്ങനെയാ ഡ്രൈവ് ചെയ്യേണ്ടത്, ആ സ്ഥലത്ത് പോകേണ്ടതെന്നറിയാം, അങ്ങ് പോവുക. അല്ലെങ്കിൽ ബസ് പിടിച്ച് നമ്മൾ പോവുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് നമുക്കറിയാം, ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതെന്നറിയാം, നമ്മൾ ഈ സ്ഥലത്തേക്ക് നമ്മൾ പോകും. പക്ഷെ അബ്രഹാം അങ്ങനെയല്ല ഇവിടെ യാത്രയായത്. തന്റെ അവകാശ ദേശത്തേക്ക് പോയത് അങ്ങനെയല്ല, വിശ്വസിച്ചു. പുറപ്പെടുക എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു അറിയുന്നില്ല, അവനങ്ങ് പുറപ്പെടുകയാണ്. അവനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. എവിടെയാണ് സ്ഥലമെന്ന് അറിയുന്നില്ല, അങ്ങ് പോവുക. അതാണ് വിശ്വാസം. അത് ദൈവത്തെ വിശ്വസിച്ചു. മനുഷ്യരെയല്ല വിശ്വസിച്ചത്, ദൈവത്തെയാണ് വിശ്വസിച്ചത്. ആ ദൈവത്തിന് വേണ്ടിയാണ് അവൻ നിന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാകുന്നു അബ്രഹാം. ദൈവം പറയുന്നതിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്നതിന് വേണ്ടി അവൻ തന്റെ ജീവിതം സമർപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാകുന്നു. അത്രമാത്രം ആത്മീയമായി മുന്നേറിയ ഒരു വ്യക്തിയാകുന്നു അബ്രഹാം. ആമേൻ. സ്തോത്രം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ പുറപ്പെട്ടു. എങ്ങനെ പോകണമെന്നൊന്നും അറിയുന്നില്ല, അവൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ കൈവിട്ടില്ല. അവന്റെ തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ എൻ്റെ പ്രൈസ് ലോർഡ്. എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്താൽ വാഗ്ദത്തദേശത്ത് ചെന്നു. 11 വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്താൽ അവൻ വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവിടെ പാർത്തു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് പാർത്തു. വാഗ്ദത്തം ചെയ്തവനായ ദൈവം അവനെ ലക്ഷ്യസ്ഥാനത്ത് അവന് വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവനെ കൊണ്ടെത്തിച്ചു. അവിടെ ദേശത്ത് പാർത്തത് എങ്ങനെയാണ്? അന്യനെ പോലെ. അവിടെ ഒരു അന്യത. കാരണം അവിടെ ചെന്ന് അവന്റെ ദേശമെന്ന് കരുതാതെ അന്യദേശത്ത് എങ്ങനെ പാർത്തുന്നോ അതുപോലെ അവൻ പാർത്തു.
ഹല്ലേലൂയ. അവിടെ ചെന്നു. വിശ്വാസത്താലാണ് അവിടെ എത്തിച്ചേരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചതല്ല. ദൈവത്തിന്റെ വാക്ക് കേട്ടാണ് അവൻ ഇറങ്ങിത്തിരിച്ചത്. ദൈവത്തിന് വേണ്ടിയാണ് അവൻ ഇറങ്ങിത്തിരിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്തദേശത്ത് ചെന്നു. ആമേൻ. വാഗ്ദത്തദേശത്ത് ചെന്ന് അവിടെ പാർക്കുകയാണ്. അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കും. വിശ്വാസത്താൽ പാർക്കുക. മനുഷ്യർക്ക് ഇന്ന് നാം നോക്കുമ്പോൾ നമുക്ക് പ്രയാസവും തോന്നും. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യാൻ വാഗ്ദത്തത്തിലാണ് നാം വിശ്വസിച്ചത്. കാണിപ്പാനിക ദേശത്തേക്കും പോകുന്നത് വാഗ്ദത്തത്തിലാണ് നാം വിശ്വസിച്ചത്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ അനുഗ്രഹിക്കും, വലിയൊരു ജാതിയാക്കും. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ജാതിയാക്കും. ഈ ഭൂമിയിൽ കാണുന്ന സമ്പത്തൊക്കെ ഹല്ലേലൂയ, ഭൂമിയിലെ വളരെ സമ്പത്തുള്ളവനായിരുന്നു അബ്രഹാം. ഈ സമ്പത്തിന്റെ അല്ല അവൻ ആശ്രയിച്ചത്, അവൻ ദൈവത്തിലാണ് ആശ്രയിച്ചത്. ദൈവം പറഞ്ഞ വാക്കുകളിൽ ആത്മീയമായിട്ട് അത്രമാത്രം ഉയർന്ന നിലവാരം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഹല്ലേലൂയ. നാമും അത്രമാത്രം ആത്മീയമായി ഒരു നിലവാരം പ്രാപിക്കുന്ന വ്യക്തിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ചില നന്മകളും ദൈവത്തിന്റെ പറഞ്ഞിരിക്കുന്ന ദേശത്ത് എത്തിച്ചേരുവാൻ ഇടയായിത്തീരുള്ളൂ. സ്വർഗീയമായതിനെ അവൻ കാംക്ഷിച്ചു. ഹല്ലേലൂയ. ഉന്നതങ്ങളിലേക്ക് അവനെ ദൈവം കൊണ്ടെത്തിക്കാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. വാഗ്ദത്തദേശത്ത് അവൻ പാർത്തത് അന്യദേശത്തെന്ന പോലെ പാർത്തു. വളരെ പണമുണ്ടായിരുന്നു, വളരെ സമ്പത്തുണ്ടായിരുന്നു. ഇതിലവനെ പ്രൈസ് ദി ലോർഡ് ആശ്രയിക്കാതെ, അതിനിൽ പ്രൈസ് ദി ലോർഡ് മനസ്സ് വയ്ക്കാതെ, ദേശത്തു നിന്ന് അവൻ നന്മ പ്രാപിക്കാൻ ഇടയായി തീർന്നു. ആ നന്മയിൽ ആശ്രയിക്കാതെ, അതിൽ ഹൃദയം ചായ്ക്കാതെ, അന്യദേശത്ത് എന്നതുപോലെ അവനവിടെ പാർത്തു. ഹല്ലേലൂയ. സകലതും അവൻ അന്യമായി. അവൻ പാർത്തത് ഈ ലോകത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിനുള്ളതിന് വേണ്ടിയല്ല. സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അന്യദേശത്തെന്ന പോലെ അവൻ പാർത്തു. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് കൂട്ടാവശ്യങ്ങളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാൻ പാർത്തു. ആമേൻ. സ്തോത്രം. ആമേൻ. അടുത്തത് ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക ദേശത്തേക്ക് പോകാം. ഇതായിരുന്നു അവനോട് ദൈവം സംസാരിച്ചത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ വായിക്കുന്നു, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. അവനവിടെ സ്തോത്രം സന്തതിക്ക് അവൻ അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശം. ഇസ്ഹാക്കിനോട് കർത്താവ് പറയുന്നതാണ്, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത അതേ അനുഗ്രഹം നീ പ്രാപിക്കും, ഈ ദേശത്ത് നീ വസിക്കും, അവിടുന്ന് ചില നന്മകൾ നീ പ്രാപിക്കാൻ ഇടയായി തീരും എന്ന് അബ്രഹാമിനോട് പറയുകയാണ്. കാരണം ഇസ്ഹാക്കിനോട് പറയുകയാണ്, അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം തലമുറകളിലൂടെ അവിടെ നിവർത്തിക്കാൻ ഇടയായി തീരുകയാണ്. തലമുറകളെ അനുഗ്രഹിക്കാൻ ഇടയായി തീരും. ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തലമുറകളെ അനുഗ്രഹിക്കാൻ ഇടയായി തീരും. ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക. ആമേൻ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് തലമുറകളുടെ മേൽ അത് ആ അനുഗ്രഹം കടന്നു വരാൻ ഇടയായി. തലമുറകളെ അനുഗ്രഹിക്കുന്നതിനാണ് ദൈവം. ദൈവം അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെയും ദൈവമാകുന്നു. ആമേൻ. ആ ദൈവത്തെ നമ്മൾ പിൻപറ്റും. ആ ദൈവമാണ് ഈ
ഭൂമണ്ഡലത്തെയും മനുഷ്യനെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. ഈ സൃഷ്ടാവായ ദൈവത്തിനെയാണ് നമ്മൾ സേവിക്കുന്നത്. സകല സൃഷ്ടികളും അവനെ അറിയുന്നു. മനുഷ്യന് മാത്രം അവനെ എന്ന് സ്തോത്രം അറിയാതെ തെറ്റിയൊഴിഞ്ഞ് പാപത്തിന്റെ ചേറ്റുവഴിയിലേക്ക് നടക്കുന്ന അനേക മനുഷ്യരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നു. അവരെ ഓർത്ത് ദൈവം ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തെ പിൻപറ്റി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആദർശ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം 13-ാം വാക്യം വായിക്കുന്നു. അതുമീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്നെ പിതാവായ അബ്രഹാമിന്റെയും ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. യാക്കോബ് പ്രൈസ് ലോർഡ് തന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് തന്റെ ജ്യേഷ്ഠനായ ഏശാവിന്റെ ജ്യേഷ്ഠാവകാശവും അവന്റെ അനുഗ്രഹവും തട്ടിയെടുത്ത് അവൻ തന്റെ അമ്മാവനാകുന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ലാബാന്റെ ഭവനത്തെ കടന്നു ചെല്ലുകയാണ്. അവിടോട്ട് പോകുന്ന വഴിക്ക് അവനൊരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുവാൻ ഇടയായിത്തീർന്നു. അവിടെ കിടന്ന് അവനൊരു ദർശനം കാണുന്നു. നീ ഇപ്പോൾ കിടക്കുന്ന ഈ സ്ഥലം നിനക്ക് അവകാശമായി ലഭിക്കും. അതിന് അവൻ ബഥേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അവനിടെ കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലത്തെ ദൈവം അനുഗ്രഹിച്ചു. പോകുന്ന വഴിക്കാൻ ക്ഷീണിച്ച് അവനോട് കിടക്കുകയാണ്. യാക്കോബ് ക്ഷീണിച്ച് കിടക്കുന്നവനായ യാക്കോബിനോട് ദൈവം സംസാരിക്കുകയാണ്. അവനൊരു ദർശനം കാണുകയാണ്. സ്വർഗത്തോളം പൊക്കമുള്ള ഒരു കോവേണി, അതിലൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുകയാണ്. അപ്പൊ അതിന്മീതെ യഹോവ നിന്ന് അവനോട് പറയുകയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. അങ്ങനെ അവിടെ അവൻ കിടക്കുന്ന സ്ഥലം, ആ ദേശം നിനക്ക് തരും. അതിന് അവൻ ബഥേൽ എന്ന് പേരിട്ടു. അവിടെ അവന് ദൈവത്തെ ആരാധിക്കാൻ ഇടയായി തീർന്ന സ്ഥലമാണ്. ആമേൻ. അങ്ങനെ കർത്താവ് ആ ദേശത്തെ നിനക്ക് അവകാശമായി അവന് അവകാശമായി കൊടുത്തിരിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. ദൈവമക്കളോട് ഇന്ന് കാണിക്കുന്ന ക്രൂരതയും പ്രൈസറോട് ഒക്കെ മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവത്തിനെല്ലാം മറുപടി ചോദിക്കുന്നവനായ ഒരു ദൈവമാണ്. അവനെ അബ്രഹാമിന്റെ സന്തതിയാകുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിട്ട് ആ അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ അവനെ അനുഗ്രഹിച്ചവനായ ഒരു ദൈവം, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആ അബ്രഹാമിന്റെ മക്കളായ നമുക്കും ആ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. നമ്മെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും, നമ്മെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ശിക്ഷാവിധിയോടെ കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി വേണം ദൈവമക്കളോട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യാതൊരുവിധ പ്രശ്നത്തിലോ പ്രതികൂലത്തിനോ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് കാരണമായിത്തീരും. ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് കാരണമായിത്തീരും എന്ന് മനസ്സിലാക്കി നമ്മൾ വേണം ദൈവമക്കളോട് ഇടപെടുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പ്രൈസ് ലോർഡ് ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരെ ദൈവം പീഡിപ്പിക്കും, അവരെ ദൈവം നശിപ്പിച്ച് കളയാൻ ഇടയായിത്തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് നീതിയാകുന്നത് അവയെ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തവരാണ്. നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ കടൽത്തിരയിലെ മണൽ പോലെ ആക്കും, അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് ആക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തെ പിൻപറ്റി നമ്മൾ അവന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അനുഗ്രഹം കടന്നു ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എല്ലാം കർത്താവിന്റെ അനുഗ്രഹം കടന്നു വയ്ക്കാൻ ഇടയായിത്തീരും. നമ്മൾ തകർന്നു പോകുവാൻ ഇടയായിത്തീരരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നാം കണ്ടുമുട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പിൻപറ്റി അവൻ മാത്രം വിശ്വസിച്ച് മുന്നേറുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്ത് അവൻ ചെന്നു. വാഗ്ദത്തത്താൽ അവൻ ഹല്ലേലൂയ വിശ്വാസത്താൽ അവൻ പുറപ്പെട്ടു. വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്താണ്. അതെല്ലാം വിശ്വാസത്താല. കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയിരിക്കുക. വലിയവനായ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുക. യഹോവ എന്ന് പറയുന്നത് തന്നെ തൃത്വമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്.
പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവും ദൈവവും ഒന്നിച്ചു നിൽക്കുകയാണ്. അവിടെ പറയാം ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് നാം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. നാം എന്ന വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം. ഹല്ലേലൂയ. നാം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്, 3 വ്യക്തികളാണ്. പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവും ദൈവവും. ഇത് 3ഉം അവിടെ കൂടുന്നതാണ്. ഈ ത്രിയേക ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ അത്ഭുതം നമുക്ക് ചെയ്യാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തദേശത്ത് അവൻ ചെന്ന് പാർത്തു. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരുന്നത് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നാം ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളാൽ ഹല്ലേലൂയ പ്രൈസ് അവിടെ ഞരങ്ങിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്കുകളിൽ ഞരങ്ങിക്കൊണ്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകളിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ എന്നും എപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഞരക്കത്താലുള്ള പ്രാർത്ഥന, മൗനമായ പ്രാർത്ഥനയാണ്. നാം പ്രാർത്ഥിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം നമുക്ക് വേണ്ടി ഇടവിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം. ദൈവം പുത്രനായ ദൈവം പിതാവിന്റെ വലതുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ പക്ഷപാതം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. ആ ദൈവവും 3 ദൈവവും പ്രൈസ് ദി ലോർഡ് പിതാവായ ദൈവത്തോട് ഇങ്ങനെ എപ്പോഴും നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഇടുവിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇടുവിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ നമുക്ക് വേണ്ടി ഇടുവിൽ നിന്ന് നിൽക്കുവാൻ ദൈവമക്കൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ. ദേശത്തിന് വേണ്ടി ഇറങ്ങിയിരുവിൽ നിൽക്കുന്ന ഒരു പറ്റം ജനം എഴുന്നേൽക്കുന്നതായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ വാഗ്ദത്തം ചെയ്തവനായ ദൈവത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന അനേകരെ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദേശത്തെ വിടുവിക്കാൻ ഇടയായിത്തീരും. വ്യക്തി ജീവിതങ്ങളെ ദൈവം വിടുവിക്കാൻ ഇടയായിത്തീരും. പൈശാചി മണ്ഡലങ്ങളെ തകർത്ത് അവരുടെ അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പിശാച് എത്ര കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെ അഴിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അവർക്ക് അവന് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഈ വിശ്വാസത്താൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, രാജ്യം വിടുവിക്കപ്പെടുവാൻ, കുടുംബങ്ങളെ സമാധാനം ഉണ്ടാകുവാൻ, കുടുംബങ്ങളെ വിശ്വസിച്ച് പ്രൈസ് ദി ലോർഡ്, കുടുംബങ്ങളെ അനുഗ്രഹം കടന്നു വരുവാൻ എത്ര പേര് ഇതിനു വേണ്ടി പ്രൈസ് ദി ലോർഡ് ഇന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. പൈശാചിന്റെ ഈ ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് അനേകരെ വിടുവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. വ്യക്തിജീവിതങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ, വ്യക്തിജീവിതങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ വേൾഡ്ലി പ്ലഷേഴ്സ്, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് കടന്നു വരുന്ന അനേക ചെറുപ്പക്കാരുണ്ട്. മദ്യത്തിന് മയക്കുമരുന്ന് അടിമകളായിരിക്കുന്നവരുണ്ട്. അവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ജാഗരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്. അവരെയാണ് ഇന്ന് കർത്താവിന് ആവശ്യം. അവിടെയാണ് ഉണർവായി ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജനം ഉണരേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ജനം ഉണരേണ്ടതായിട്ടുണ്ട്. എന്നെ ഉപയോഗിക്കുന്നതാ എന്ന് പറയുവാൻ നാം തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഉപയോഗിക്കുന്നതാ എന്ന് പറയുവാൻ നാം തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. ആരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്? ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവം ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദേശത്തിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസത്തെ പിൻപറ്റുന്നവരായ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇതിൽ നിന്ന് പ്രാർത്ഥിക്കും. സഭയിലേക്ക് കടന്ന ആൾക്കാർ കടന്നു വരട്ടെ, അവരനുഗ്രഹം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരെ വിളിക്കുക. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വിളിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. പിശാചിന്റെ ചേറ്റുവഴിയിലായിരിക്കുന്നവരെ വിടുവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് വിളി പ്രാപിക്കുവാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതിന് മുടക്കം വരുന്നുവെങ്കിൽ പ്രിയദൈവരെ പറയട്ടെ, നമ്മുടെ മേൽ ശിക്ഷാവധിക്ക് കാരണമായ ദൈവിക ശിക്ഷാവധിക്ക് കാരണമായി തീരുവാൻ ഇടയായി. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താൽ വാഗ്ദത്ത നാട്ടിൽ പാർത്തു. 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം
വാഗ്ദത്ത ദേശത്ത് പാർത്തു. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ച് തന്റെയും വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അബ്രഹാമിനെ അനുഗ്രഹിച്ചവനായ ദൈവം ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിക്കാനിടയായി. അവരുടെ തലമുറകളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഹല്ലേലൂയ. നാം വിശ്വാസത്താൽ മുന്നേറും. നമ്മുടെ വിശ്വാസം പോയി പോകുവാനിടയായി. വിശ്വാസത്താൽ അനേക വ്യക്തി ജീവിതങ്ങള് വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് വിശ്വസിക്കും. നമ്മളെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. പലരും ഇന്ന് ഈ വിശ്വാസമില്ലാതെ തെറ്റിയൊഴിഞ്ഞ് നടക്കുന്നതാണ്. ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. പിശാച് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കുക. വിശ്വാസത്താൽ ആണ് ദൈവം കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനായ വ്യക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്ത ദേശത്ത് പാർത്തു. വിശ്വാസത്താൽ ദേശത്ത് ചെന്നു. വിശ്വാസത്താൽ വാഗ്ദത്ത നാട്ടിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത നാട്ടിൽ പാർത്തു. അവിടുന്ന് തന്റെ ഹല്ലേലൂയ സ്തോത്രം തലമുറകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കാനിടയായി. പലരുടെയും തലമുറകൾ നശിച്ചു പോകുന്നതിന്റെ കാരണം വീട്ടിൽ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ദൈവത്തെ അറിയത്തില്ല, അവരുടേതായ ജീവിതം നയിച്ചു പോകുന്ന ജനങ്ങളുണ്ട്. അവർ തലമുറകള് അനുഗ്രഹം പ്രാപിക്കാതെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോയി നാശത്തിന്റെ വടുകളിലേക്ക് അവർ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരുന്നു. കാരണം വിശ്വാസമില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ ദൈവത്തെ വിശ്വസിക്കുവാൻ, ആ ദൈവത്തെ ബൈബിൾ വിശ്വസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാതെ ഇരിക്കുന്ന അനേകരുണ്ട്. അവരുടെ തലമുറകൾ നശിച്ചു പോകാൻ ഇടയായിത്തീരുന്നു നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുത്തരും നശിച്ചു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു നിന്നെ വിടുവിക്കുവാനായിട്ട് കഴിയും. നിന്നെ വിടുവിക്കാനായിട്ട് നിന്റെ അരികെ നിൽപ്പുണ്ടെന്ന് വിശ്വസിക്കുക. അവനാകുന്നു കർത്താവ്, അവനാകുന്നു നിന്റെ രക്ഷകൻ, അവനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. അവനിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അവനിലൂടെ മാത്രമേ നിന്റെ കുടുംബ തകർച്ചയ്ക്ക് പരിഹാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ എല്ലാത്തിന്റെയും ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. എല്ലാത്തിന്റെയും പരിഹാരകനായ ദൈവവും കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അവൻ ജീവനുള്ള ദൈവമാകുന്നു. അവൻ ജീവനുള്ള പ്രൈസ് ദി ലോർഡ് മനുഷ്യർക്ക് വേണ്ടി അവൻ ജീവനുള്ളവനായി ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നവനായ ദൈവം, സ്വർഗത്തിൽ ജീവിക്കുന്നവനായ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നെന്ന് ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവം യേശു നമ്മോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കി. യേശു നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ അരികത്തുണ്ട്. അവന് വേണ്ടി നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കുന്നെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വാസിക്കുകയും നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുകയും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നിർണയിച്ചു പോകുന്നു, ഈ ലോകത്തിൽ നിന്നുള്ള സമാധാനമല്ല, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, നിത്യമായ സമാധാനം നിന്ന് നമ്മളെ വിടുവിക്കാനുള്ള ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവനുവേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്നെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനിടയായി. ദൈവമേ പറയട്ടെ, നിന്റെ ആത്മാവിന് രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സംഭവിക്കാനുള്ളൂ. നിത്യജീവനാണ് ആഗ്രഹിക്കുന്നത്. നിത്യജീവനിലേക്ക് കടന്നു പോകാൻ അവൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ സ്വർഗീയമായതിനെ കാക്ഷിച്ച് നാം മുന്നേറുന്നെങ്കിൽ കർത്താവിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നാം നമ്മുടെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് വെച്ച് നോക്കിയേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ സ്വമൂലമായ മാറ്റം ഉണ്ടാകാൻ ഇടയായിത്തീരും. നമ്മളെ അനുഗ്രഹിക്കാൻ ഇടയായിത്തീരും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ കരനീട്ടി നമ്മളെ വിളിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ എഴുന്നേൽപ്പിച്ച് ആ ക്രിസ്തു എന്ന മഹിമാ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തുവാനിടയായിത്തീരും. ആ മഹിമാസനത്തിൽ നമ്മളെ ഇരുത്താനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ് നമുക്ക് പ്രവർത്തിക്കാൻ സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നതാണ്. കർത്താവിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതം സമർപ്പിക്കുക. ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുക. സകലതും വിട്ട് ആ പ്രൈസ് ദി ലോർഡ് അപ്പന്റെ ഭവനത്തിലെ എല്ലാം വിട്ട്
കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് അവൻ യാത്രയായി. ആ ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക്, സ്വർഗീയമായതിനെ കാംക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുവാൻ സ്തോത്രം അവൻ എല്ലാം വിട്ടിറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ നമ്മളെ അധികമായി അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗത്തിൽ നമുക്ക് സ്വർഗത്തിൽ നമുക്ക് സ്തോത്രം നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ ഇടയായിത്തീരും. സ്വർഗത്തിൽ സ്വർഗീയമായതിനെ നമ്മൾ കാംക്ഷിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ദേശത്ത്, ഈ ഭൂമിയിൽ സ്തോത്രം സ്തോത്രം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് കർത്താവായ യേശു ക്രിസ്തു. അതിൽ വലിയ സമ്പത്തുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതല്ല ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സ്വത്ത്. ഹല്ലേലൂയ. സമാധാനമില്ലാതാണ് ജനം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി തീരുന്നത്. അത് എവിടെ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഓടി നടക്കുകയാണ്. ആ സമാധാനം കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന സമാധാനമെങ്കിൽ അത് നിത്യമായ സമാധാനമാകുന്നു. സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഇടയായി തീരും. സ്വർഗീയമായതിനെ കാംക്ഷിച്ച് അവൻ ഇറങ്ങി തിരിച്ചു. അന്യദേശത്ത് ഇപ്പോൾ നമ്മളിവിടെ പാർക്കേണ്ടത് അന്യദേശത്ത്, ഈ പരദേശിയായി നമ്മൾ പാർക്കുകയാണ്. നമ്മുടെ ദേശം ഇവിടെ അല്ല, നമ്മുടെ ദേശം സ്വർഗം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. ആ സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അന്യദേശത്ത്, വാഗ്ദത്തദേശത്ത്, അന്യദേശത്ത് എന്ന പോലെ അവൻ പാർത്തു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഈ ഭൂമിക്ക് വേണ്ടിയല്ലായിരുന്നു, സ്വർഗീയമായതിനെ കാംക്ഷിച്ചാണ് അവൻ ഇറങ്ങി തിരിച്ചത്. അബ്രഹാം അതായിരുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹവും വിശ്വാസവും, സ്വർഗീയമായതിൽ അസ്വർഗത്തിലേക്ക് എത്തില്ല. അവനാകുന്നു വിശ്വാസികളുടെ പിതാവ്. അവനാണ് നമുക്ക് വിശ്വാസം കാട്ടിത്തന്നത്. ഹല്ലേലൂയ. നമുക്ക് കടന്ന് മനസ്സിലാക്കാതെ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി പ്രവർത്തി നമ്മുടെ സ്തോത്രം. അവനാ അതിന്റെ പ്രളയനം 15 അധ്യായത്തിന്റെ 13 ഭാഗത്തിൽ വായിക്കുന്നത് ഇങ്ങനെയായിരുന്നു: വിശ്വാസത്തിൽ ജനിച്ചു, വിശ്വാസത്തിൽ അവൻ മരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. 15 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഈ ഇടയുണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവർ എല്ലാവരും വാഗ്ദത്തം പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ. അവൻ വിശ്വാസത്താലാണ് മരിച്ചത്. ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് മരിക്കുന്ന അനേകരെ നമുക്ക് കാണാനിടയായിത്തീരും. ദൈവമക്കളെ പറയട്ടെ, നമ്മുടെ വിശ്വാസം നശിച്ചു പോകാനിടയായിത്തീരും. വിശ്വാസത്തിൽ മരിക്കുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് രക്ഷ നമുക്ക് തരികയാണ്. ആ വിശ്വാസത്തിൽ മരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് പോകുവാനിടയായിത്തീരും. സ്വർഗീയമായതിനെ അവൻ കാംക്ഷിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. സ്തോത്രം. വിശ്വാസത്തിലാണ് അവൻ മരിക്കുന്നത്. കാരണം ഈ ഭൂമിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയല്ല അബ്രഹാം. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല അവൻ ഇറങ്ങിത്തിരിച്ചത്. ആ സ്വർഗീയമായതിനെ കാംക്ഷിച്ച് അസ്വർഗീയമായതിലേക്ക് അവൻ കടന്നു ചെന്ന് അവൻ വിശ്വസിച്ച് മരിക്കുവാനിടയായി. ആ വിശ്വാസത്താലാണ് അവൻ മരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വിശ്വാസത്താൽ മരിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ മരിക്കാൻ ഇടയായി തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ദേശത്ത് വിശ്വസിച്ചു, പക്ഷെ പട്ടുപോകാനിടയായി തീരും. ഹല്ലേലൂയ. പിശാച് നമ്മളെ എടുത്ത് കുടയുവാനിടയായി, പിശാച് നമ്മളെ തകർക്കുവാനിടയായി തീരും. ഈ പിശാചിന്റെ തകർച്ചയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, നമ്മുടെ ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നെങ്കിൽ നാം രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവായ സ്വർഗത്തിൽ കടന്നു ചെല്ലാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്താൽ മരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. വളരെ സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ വിശ്വാസത്തിൽ മരിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, യഹോവയായ ദൈവത്തിൽ, ആ ട്രയോൺ ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ത്രിയേക ദൈവത്തിൽ വിശ്വസിച്ചു. ആ ദൈവമാണ് അവനെ വിടുവിച്ചത്, അവനെ സ്തോത്രം, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതും. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത്ഭുതം ചെയ്യാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 13 വാക്യത്തിൽ വായിക്കുന്നു: അവർ എല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുക. ഈ ഭൂമിയിൽ അന്യരും പരദേശികളും. കർത്താവിനെ ഇറങ്ങി തിരിച്ചാൽ സുഖമൊന്നുമല്ല, അന്യപ്പെട്ടു പോകും. പലരും നമ്മളെ ഒറ്റപ്പെടുത്തി നിന്നിരിക്കാം. ഈ ദേശത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള യാതൊരുവിധ കാണിക്കാൻ
ഈ ലോകം നമുക്ക് വേണ്ടി പകച്ചെന്നിരിക്കാം. പക്ഷേ അവിടെ എല്ലാം അന്യരും, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന അന്യരും പരദേശികളുമെന്ന് ചിന്തിക്കാതെ, അന്യരും പരദേശികളുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ജീവിച്ചത്. ഈ ലോകത്ത് നമ്മൾ കർത്താവിനെ വിളിച്ചിറങ്ങിത്തിരിക്കാൻ നമ്മൾ ഈ ദോഷത്തെ അന്യരും പരദേശികളുമാണ്. കർത്താവ് അങ്ങനെയാണ് സ്വർഗീയമായതിന് ഈ ഭൂമിക്ക് വേണ്ടിയല്ല ജീവിച്ചത്, അന്യരും പരദേശികളുമായിട്ട് അവൻ ജീവിച്ചു. അങ്ങനെയുള്ള വ്യക്തിയെ സ്തോത്രം സ്വർഗത്തിൽ കടന്നു ചെല്ലുവാനിടയായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്ത് വേണ്ടി ജീവിക്കുന്നവര് ഈ ലോകത്തിൽ പട്ടുപോകും. അന്യരും പരദേശികളുമായി ജീവിച്ച വ്യക്തിയായിരുന്നു അബ്രഹാം. ആ അബ്രഹാം ആ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ട് അവനെ സ്വർഗീയമായതിനെ അവൻ ലക്ഷ്യം വെച്ച് ജീവിച്ചതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ രക്ഷ ഏറ്റുകൊണ്ട് അവൻ ഇന്നും ഹല്ലേലൂയ സ്തോത്രം വിശ്വാസികളുടെ പിതാവായി ജീവിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം കാണിച്ചു തന്ന വ്യക്തിയാകുന്നു അബ്രഹാം. ഹല്ലേലൂയ. അവന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ വിശ്വസിച്ചു. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അവന്റെ പുത്രത്വം തന്റെ നിർജീവത്വം അവൻ അറിഞ്ഞിട്ടും, സാറായിക്ക് 90 വയസ്സ് ആയി, അവന് 90 വയസ്സായി അവള് ഇനി പുത്രോത്പാദം ഉണ്ടാകത്തില്ല, അവിടെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട വ്യക്തിയായിരുന്നു. അവന്റെ വിശ്വാസം അതായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വിശ്വാസം അതായിരിക്കണം. വിശ്വാസത്താൽ പുറപ്പെട്ടു, വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് പാർത്തു. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് അവൻ ചെന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്ക് കേട്ടല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ടവൻ കടന്നു ചെന്നു. അവൻ വിശ്വാസത്തോടെ വാഗ്ദത്ത നിവർത്തി അവൻ പ്രാപിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിൽ അവൻ മരിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം, അവൻ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ അന്യരും പരദേശികളുമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുവാൻ ഇടയായി തീർന്നു. ഈ മരിച്ച വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം ആഗ്രഹിക്കുന്നത് നാം സ്വർഗത്തിൽ എത്തുക എന്നുള്ളതായിരുന്നു. അവന്റെ പദ്ധതി അതായിരുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യരക്ഷ നൽകുക, ഇതാകുന്ന ഒരു രക്ഷ. അബ്രഹാം അതിലാണ് വിശ്വസിച്ചത്. ആ നിത്യജീവനാണ് അവൻ വിശ്വസിച്ച്, ആ നിത്യജീവന് വേണ്ടിയാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ട് അവൻ വിശ്വാസത്തിൽ മരിച്ചു. ഇന്നും വിശ്വാസികൾക്ക് പിതാവായി ജീവിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ കർത്താവ് അത്ഭുതം നമുക്ക് കൊണ്ട് ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ അവൻ അയച്ചു. ഈ ലോകത്തെ അവൻ സ്നേഹിച്ചു, നമ്മെ സ്നേഹിക്കുന്നു. നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ, ആ നിത്യതയിലെത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെങ്കിൽ നമുക്കും അത് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമാണ് നമ്മുടെ പ്രതിഫലം, ദൈവമാണ് നമ്മുടെ സർവ്വതും, ദൈവമാണ് നമുക്ക് യേശുവാണ് നമ്മുടെ സർവ്വതും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയായി തീരും. സ്വർഗീയമായതിനെ അവൻ ലക്ഷ്യമാക്കി ജീവിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസം. വിശ്വാസത്തിൽ അവൻ മരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുക, കർത്താവ് അത്ഭുതം ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. ദൃശ്യമൊക്കെ നമ്മൾ കടകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നുള്ള ദൈവമേ, ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, വചനം കേട്ട എല്ലാ ദൈവത്തിന്റെ മഹത്വങ്ങൾക്കും കർത്താവ് കേട്ട വ്യക്തികൾക്കും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം, സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതം ചെയ്യുവാനിടയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുക്കപ്പെടുവാനുള്ള ഓരോരുത്തരുടെ ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗസൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഹല്ലേലൂയ പ്രൈസ് അനുകൂലമായി നിന്ന് സകലതും പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആശയറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ ഈ വചനം കൊണ്ട് ഇടയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം ചെയ്യുവാൻ ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവ് പ്രൈസ് ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തെ കർത്താവെ നീ ആഗ്രഹിക്കും തുറമുത്തെത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രൈസ് അനേകരും ജീവിതം നയിക്കുവാൻ ഇടയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തട്ടുവാൻ ഇടയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാക്കി അവിടെ ജീവിപ്പിക്കാൻ ഇടയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സുരക്ഷിത കരങ്ങളിലേക്ക് ഏവരെയും സമർപ്പിക്കുന്നു. അവിടെ സഹായിക്കണമേ. കർത്താവിന്റെ കൃപ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
പാത്ത കാട്ടിയത്